നമ്മൾ ഇന്ന് നമ്മളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സാധാരണ നമ്മൾ പറയുന്നത് എന്താണ്? ഞാൻ ഇന്ത്യക്കാരൻ, ഞാൻ മലയാളി, എന്റെ പൂർവികർ ഇവിടെ തന്നെയാണ് ജീവിച്ചിരുന്നത് എന്നൊക്കെയാണ്. പക്ഷെ ഒരു നിമിഷം നിർത്തി ചിന്തിച്ചാൽ നമ്മളുടെ ശരീരത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യം അതിലേക്കേക്കാൾ ഏറെ വലിയതും അത്ഭുതകരവുമാണ്. കാരണം നമ്മുടെ DNA നമ്മൾ കരുതുന്നത് പോലെ ഒരു സ്ഥലത്തോട് മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതൊന്നല്ല, മറിച്ച് അത് ആയിരക്കണക്കിന് വർഷങ്ങളായി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യരുടെ യാത്രകളുടെ കഥകളാണ്. ഇന്ന് നാം നോക്കാൻ പോകുന്നത് ഒരു ഞെട്ടിക്കുന്ന സത്യമാണ്. ഇന്ത്യക്കാരുടെ പൂർവികർ ആരാണ്? നമ്മൾ ശരിക്കും എവിടെ നിന്നാണ് വന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശാസ്ത്രജ്ഞർ തിരിഞ്ഞത് DNA എന്ന അത്ഭുത ലോകത്തിലേക്കാണ്. DNA എന്നത് വെറും ശാസ്ത്രപദമല്ല, അത് ഓരോ മനുഷ്യന്റെയും ചരിത്ര പുസ്തകമാണ്. നമ്മളുടെ ശരീരത്തിലെ ഓരോ സെല്ലിലും എഴുതപ്പെട്ടിരിക്കുന്നത് ഒരു രഹസ്യകഥയാണ്. വർഷങ്ങളായി ഗവേഷകർ മനുഷ്യരുടെ DNA പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ അവർ കണ്ടെത്തിയത് ഒരു വലിയ സത്യമാണ്. ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഓരോ തുടക്കം ഉണ്ടെന്ന്. അതായത് നാം എല്ലാവരും ഓരോ വംശത്തിൽ നിന്നാണ് വന്നത്. അതിന്റെ തുടക്കം ആഫ്രിക്കയിൽ നിന്നാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ ആദ്യം ജീവിച്ചിരുന്നത് ആഫ്രിക്കയിലായിരുന്നു. പിന്നീട് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര തുടങ്ങി. ഇതിൽ ചിലർ മധ്യപൂർവ്വ ദേശങ്ങളിലേക്കും ചിലർ യൂറോപ്പിലേക്കും ചിലർ ഏഷ്യയിലേക്കും പോയി. ഈ യാത്രകളുടെ ഭാഗമായാണ് ചിലർ ഇന്ത്യയിലേക്ക് എത്തിയത്. എന്നാൽ അതൊരൊറ്റ യാത്രയല്ലായിരുന്നു, പല ഘട്ടങ്ങളിലായി നടന്ന ഒരു വലിയ മനുഷ്യ കുടിയേറ്റമായിരുന്നു അത്. ഏകദേശം 65,000 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യ മനുഷ്യർ ഇന്ത്യയിലെത്തി എന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. ഇവരെ ആദിമ മനുഷ്യർ എന്ന് വിളിക്കാം. ഇവർ ഇന്നത്തെ ദക്ഷിണേന്ത്യൻ ജനങ്ങളുടെ DNAയിൽ ഇന്നും കാണപ്പെടുന്നു. എന്നാൽ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അതിനുശേഷം മറ്റൊരു വലിയ കുടിയേറ്റം കൂടി നടന്നു. ഏകദേശം 3000 മുതൽ 4000 വർഷങ്ങൾക്ക് മുമ്പ് മധ്യേഷ്യയിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ ഇന്ത്യയിലേക്ക് എത്തി. ഇവരെ സാധാരണ ആര്യൻ വംശം എന്ന് വിളിക്കാറുണ്ട്. ഇവർ പുതിയ സംസ്കാരവും ഭാഷയും കൊണ്ടുവന്നു. ഈ രണ്ട് വിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്നാണ് ഇന്നത്തെ ഇന്ത്യക്കാരുടെ വലിയൊരു വിഭാഗം രൂപപ്പെട്ടത്. അതായത് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യക്കാരൻ ഒരൊറ്റ വംശത്തിൽ നിന്നുള്ളവനല്ല, മറിച്ച് പല വംശങ്ങളുടെ കൂട്ടായ്മയാണ്. നമ്മളുടെ DNAയിൽ ആഫ്രിക്കയുടെയും മധ്യേഷ്യയുടെയും ദക്ഷിണേന്ത്യയുടെയും അടയാളങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ചിലർക്കൊരു സംശയം തോന്നാം, അപ്പോൾ നമ്മൾ ആരാണ് എന്ന ചോദ്യം. അതിന് ഒരു ലളിതമായ ഉത്തരമില്ല. കാരണം നമ്മൾ ഒരൊറ്റ ലേബലിൽ ഒതുങ്ങുന്നവരല്ല. നമ്മൾ ഒരു മിശ്രിതമാണ്. ചരിത്രത്തിലെ പല ഘട്ടങ്ങളിലൂടെ വന്ന ഒരു ജീവിച്ചിരിക്കുന്ന തെളിവ്. ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണെന്ന് അറിയുമോ? ഓരോ ഗ്രാമത്തിലും താമസിക്കുന്ന 2 പേരുടെ DNA പോലും ഒരുപോലെ ആയിരിക്കണമെന്നുമില്ല. ഒരാളുടെ പൂർവികർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കാം. മറ്റൊരാളുടെ പൂർവികർ മറ്റൊരു വഴിയിലൂടെ എത്തിയവരായിരിക്കാം. ഇത് നമ്മൾ കാണുന്ന നിറത്തിലും മുഖഭാവങ്ങളിലും ശരീരഘടനയിലും പോലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു. ചിലർ വെളുത്ത നിറമുള്ളവരായിരിക്കാം, ചിലർ ഇരുണ്ട നിറമുള്ളവരായിരിക്കാം, ചിലരുടെ മുഖഭാവം യൂറോപ്യൻ സ്വഭാവം കാണിക്കും, ചിലർ ഏഷ്യൻ സ്വഭാവവും. ഇതെല്ലാം DNAയുടെ കളികളാണ്. ഇന്നത്തെ കാലത്ത് DNA ടെസ്റ്റുകൾ വഴി ആളുകൾ അവരുടെ പൂർവികരെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. പലർക്കും അതിലൂടെ ലഭിക്കുന്ന ഫലം അവർ പ്രതീക്ഷിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും. ഞാൻ മുഴുവൻ ഇന്ത്യക്കാരനാണ് എന്ന് കരുതിയ ഒരാൾക്ക് തന്റെ DNAയിലൂടെ യൂറോപ്യൻ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ബന്ധങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. നാം നമ്മളുടെ വേർതിരിക്കുന്ന അതിർത്തികളും എല്ലാം മനുഷ്യൻ തന്നെയാണ് സൃഷ്ടിച്ചതാണ്. എന്നാൽ നമ്മളുടെ DNA നമ്മെ ഒരുമിപ്പിക്കുന്ന ഒരു സത്യമാണ് പറയുന്നത്. നാം എല്ലാം ഒരേ കുടുംബത്തിന്റെ ഭാഗമാണ്. ഇനിയൊരു കാര്യവും ചിന്തിച്ചാൽ അത്ഭുതം തോന്നും. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യർ എടുത്ത ഒരു ചെറിയ യാത്ര ഇന്ന് നമ്മളുടെ ശരീരത്തിലെ ഒരു അടയാളമായി തുടരുകയാണ്. നമ്മൾ നടക്കുന്നത്, സംസാരിക്കുന്നത്, ചിന്തിക്കുന്നത് ഇതെല്ലാം പോലും ആ പഴയ കഥകളുടെ ഒരു തുടർച്ചയാണ്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു സാധാരണ മനുഷ്യനെയല്ല, മറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങളായുള്ള മനുഷ്യ ചരിത്രത്തിന്റെ ഒരു ജീവിച്ചിരിക്കുന്ന രൂപമാണ്. നമ്മളുടെ ഉള്ളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളുടെയും കഥകൾ ഒളിഞ്ഞിരിക്കുന്നു. ഈ സത്യം മനസ്സിലാക്കുമ്പോഴും ഒരു വലിയ മാറ്റം സംഭവിക്കും. നമ്മൾ നമ്മളിലുള്ള വ്യത്യാസങ്ങൾക്ക് പകരം സാമ്യതകൾ കാണാൻ തുടങ്ങും. കാരണം അവസാനത്തിൽ നമ്മൾ എല്ലാവരും ഓരോ യാത്രയുടെ ഭാഗമാണ്. ഓരോ തുടക്കത്തിൽ നിന്നുള്ളവർ, ഓരോ മനുഷ്യർ. ഇതാണ് DNA നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ രഹസ്യം.